നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും രോഗ ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്. പേരും നാളും മാത്രം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും. പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല. കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും. നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും. അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. കാരണം ഒരുപാട് തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടുമൊക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ്. നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ്. തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഉപാസനാമൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട്. അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ്. നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന TVയുടെ ഓഫീസുമായി ബന്ധപ്പെടുക. അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും. അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും. നമസ്കാരം. സുദർശന TVയിലേക്ക് സ്വാഗതം. ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു യോഗ കാര്യം പറയുന്നതിനായിട്ട് മാത്രമാണ്. യോഗങ്ങൾ ഒരുപാട് നമ്മൾ പല എപ്പിസോഡ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യോഗങ്ങൾ എന്ന് പറയുന്നത് ഗ്രഹവ്യവസ്ഥകൾ തമ്മിലുള്ള യോജിപ്പ്, ചില ഗ്രഹങ്ങൾ ചില സ്ഥാനങ്ങളിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്നത്, നവഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും യോജിപ്പും അതിൻ്റെ കാലവും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ യോഗം നിർണ്ണയിക്കുന്നത്. യോഗം എന്ന് പറയുന്നത് ഗണിച്ചെടുത്താൽ മാത്രമേ ആ യോഗം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ഒരു പഞ്ചാംഗം വ്യവസ്ഥകൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കലണ്ടർ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് പഞ്ചാംഗം വെച്ച് കണ്ടുപിടിക്കാനാകും, പെട്ടെന്ന് കലണ്ടർ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ സാധാരണ ഒരാൾക്കത് മനസ്സിലാകുന്ന അവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെയാണ് യോഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നിങ്ങളെ പൂർണ്ണമായും അറിയിക്കുന്നത്. കാരണം 7 ശനി ബാധിച്ച് നിൽക്കുന്ന ഒരു ജാതകസ്ഥൻ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നു, എനിക്കെല്ലാം ബുദ്ധിമുട്ടാണ്, എനിക്ക് ശനിദശാകാലമാണ്, പ്രശ്നമാണ്, ജീവിതം മുന്നോട്ട് പോകുന്ന ദുരിതാവസ്ഥയിലാണ് എന്ന് കരുതിയിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ചില മാറ്റങ്ങൾ അത് യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് പ്രാപഞ്ചികമായ വ്യവസ്ഥയിൽ ദൈവം വരുത്തുന്ന ചില വ്യത്യാസങ്ങളാണിത്. ആ വ്യത്യാസം യോഗമായി രൂപാന്തരപ്പെടുമ്പോൾ വളരെ കഠിനമായ ദുരിതങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ആളിനും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വളരെ സമൃദ്ധിദായകമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ആ സമൃദ്ധി കാണുമ്പോൾ നമ്മൾ ഈശ്വര സന്നിധാനത്തിലേക്കെത്തി ദുരിതങ്ങൾ മാറി ഈ സമൃദ്ധി എന്നും തുടരണമേ എന്ന് നിത്യേന പ്രാർത്ഥിച്ചാൽ ആ സമൃദ്ധി തുടരുക തന്നെ ചെയ്യും. ചിലരിത് കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിനകത്ത് ദോഷമാണല്ലോ പറഞ്ഞേക്കുന്നത്, ഈ ആഴ്ച പറഞ്ഞതിന് അല്ലെങ്കിൽ പിറ്റേ ദിവസം പറഞ്ഞതിനകത്ത് ഗുണം പറയുന്നുണ്ടോ, ഇന്നലെ പറഞ്ഞതിനകത്ത് ദോഷം, ഇന്ന് പറഞ്ഞതിനകത്ത് ഗുണവും. അപ്പോൾ ഗ്രഹനിലാ സമ്പ്രദായം പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഗൃഹസ്ഥന് ഇന്നലെ ഉണ്ടായിരുന്നതിൽ ചിലപ്പോൾ ഇന്ന് നല്ല ഗുണങ്ങളുണ്ടാവാനാണ് ഭാഗ്യം, അല്ലെങ്കിൽ ഇന്നലെ നല്ല ഗുണങ്ങളുണ്ടാവുന്ന ഒരാൾക്ക് ഇന്ന് ദോഷഗുണമുണ്ടാകും. അപ്പോൾ അത് കൃത്യമായി അറിയിക്കാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും നമ്മൾ എപ്പിസോഡ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു എപ്പിസോഡാണ് ഇത്. സമ്പൂർണ്ണ ഗജകേസരി യോഗം 11 നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ്. ഇടവ മാസം 30-ാം തീയതി മുതൽ കർക്കിടക മാസം 30-ാം തീയതി വരെ. എന്നുവെച്ചാൽ 60 ദിവസത്തോളം 11 നക്ഷത്രക്കാർക്ക് സമ്പൂർണ്ണമായിട്ടുള്ള സുവർണ രാജയോഗമാണ് വന്നു ചേരാൻ പോകുന്നത്.
കേതുർദശ സന്ധി നിലനിൽക്കുന്ന നക്ഷത്രക്കാരനുണ്ട്, അതുപോലെ തന്നെ രാഹു ദോഷം നിൽക്കുന്ന നക്ഷത്രക്കാരനുണ്ട്. ഈ ദോഷങ്ങളൊക്കെ നിലനിൽക്കുന്ന നക്ഷത്രക്കാർക്കാണ് ഈ ഗുണം പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ദോഷങ്ങൾ പൊതുവായ നിലവാരത്തിൽ പരിശോധിക്കുമ്പോൾ ദോഷങ്ങളാണ്. എന്നാൽ ദിന വ്യവസ്ഥകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഗുണമുണ്ടാകും, ചില ആഴ്ചകളിൽ, അതായത് ശനി 2.5 വർഷക്കാലത്തോളമാണ് ദോഷത്തെ പ്രദാനം ചെയ്യുന്നത്. ശനി ദോഷ പരിഹാരം ചെയ്താൽ അത് 2 മാസം കൊണ്ട് പോലും ചിലപ്പോൾ മാറിക്കിട്ടിയെന്ന് വന്നേക്കാം. അപ്പോൾ ആ 2.5 വർഷക്കാലത്തിനിടയ്ക്ക് വന്നു ചേരുന്ന 52 ദിവസം അല്ലെങ്കിൽ 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം ചില നക്ഷത്രക്കാർക്ക് നന്മയുണ്ടാകും. അത് തിരിച്ചറിഞ്ഞാൽ അതനുസരിച്ച് പ്രാർത്ഥിക്കാം. അതനുസരിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളകന്ന് ലഭിക്കേണ്ടുന്ന ഗുണം ലഭിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ശനിദോഷ കാലഘട്ടമാണ്, ശനി പരിഹാരം ചെയ്യുന്നു. ശനി പരിഹാരം ചെയ്താൽ ഇപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം തുടങ്ങി 27 നക്ഷത്രങ്ങളിൽ 18ഓളം നക്ഷത്രങ്ങൾക്ക് കണ്ടകശനി കാലം തന്നെയാണ്. അപ്പോൾ ആ കണ്ടക ശനി കാലം നിലനിൽക്കുമ്പോൾ തന്നെ ശനി പരിഹാര മാർഗം ചെയ്യുകയാണെങ്കിൽ ഇപ്പറഞ്ഞ സുവർണ ഗജകേസരി യോഗം അവർക്കുണ്ടാവും. എന്നുവെച്ചാൽ ആ പരിഹാരം ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ. ശനി കാലഘട്ടമാണ് ചില ദിവസങ്ങളിൽ, ചില ആഴ്ചകളിൽ, ചില മാസങ്ങളിൽ. ശനി 2.5 വർഷക്കാലമാണ്. അതായത് 2.5 ഏകദേശം 6-7 വർഷക്കാലത്തോളം പരിപൂർണമായ ദുഃഖദുരിതങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് ശനി കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ശനി കാലഘട്ടങ്ങളിൽ ശനിയെ സ്വാധീനിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്താൽ ഈ പറയുന്നത് പോലെ വന്നു ചേരേണ്ടുന്ന, അതായത് ദിന ഗുണങ്ങളിൽ ഉള്ള യോഗങ്ങൾ ഈ ശനിദശാകാരകനും വന്നു ചേരും. അതാണ്. അപ്പോൾ ശനി ദശാകാലം ദോഷകരമായിരിക്കുന്ന ആളുകൾക്ക് പോലും ഈ സുവർണ ഗജകേസരി യോഗം വന്നു ചേരാം. ഞാൻ പറഞ്ഞു വന്ന സുവർണ ഗജകേസരി യോഗം ശനിദശാകാലം ബുദ്ധിമുട്ടാർന്ന ആൾക്കും ലഭിക്കും. വ്യാഴൻ ദുരിതകാരകനായി നിൽക്കുന്ന ആൾക്കും ലഭിക്കും. കേതുർദശ, രാഹുർദശ ദോഷവ്യവസ്ഥകൾ നിലനിൽക്കുന്നയാൾക്കും ലഭിക്കും. എങ്ങനെ ലഭിക്കും? ആ ദോഷങ്ങൾ അകലാൻ വേണ്ടി പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നയാളാണെങ്കിൽ ഈ ഭാഗ്യം അയാൾക്കും കിട്ടും. അതാ ഇന്നലെ അത് ദോഷമാണെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് ഇന്നെന്തുവാ ഗുണം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അവിടെയാണ്. ഇന്നലെ ദോഷമെന്ന് പറഞ്ഞത് ആ ദോഷത്തെ മാറ്റാൻ വേണ്ടി, പ്രധാന ദോഷങ്ങളാണ് പറഞ്ഞേക്കുന്നത്, ആ ദോഷത്തെ മാറ്റാൻ വേണ്ടി കർമ്മ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ദോഷം നീങ്ങിക്കൊണ്ടേയിരിക്കും. ആ ദോഷം നീങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗുണം, പുതുതായി വന്നു ചേരുന്ന ഗുണം നമ്മളിലേക്ക് അനുഭവയോഗ്യമാകും. പുതുതായി ദോഷങ്ങളാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്രധാന ദോഷത്തെ അകറ്റുന്നതിനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ ദോഷത്തിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടുമിരിക്കും. അപ്പോൾ ഒരു കൂറുകാരനെക്കുറിച്ചോ ഒരു നക്ഷത്രജാതനെക്കുറിച്ചോ ഇന്നലെ ദോഷമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നന്മയെന്ന് പറയുന്നതിൽ പ്രധാന കാര്യം അതാണ്. അപ്പോൾ ഓരോ ദിവസങ്ങളിലും വന്നു ചേരാൻ കഴിയുന്ന നന്മ തിന്മകളെ വിചിന്തനം ചെയ്തതിന് ശേഷം അതാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇന്നലെ ദോഷമാണെങ്കിൽ ആ ദോഷം മാറാനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കും. അപ്പോൾ ഈ പറഞ്ഞ സുവർണ ഗജകേസരി യോഗം അനുഭവിക്കാനുള്ള ഭാഗ്യം അശ്വതി നക്ഷത്രക്കാർക്കുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ കഷ്ടനഷ്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നാളാണ് അശ്വതി. അപ്പോൾ ഇതിനിടയ്ക്ക് ചില ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ശനി ദശ വ്യവസ്ഥകളെയൊക്കെ മാറ്റാൻ കഴിയുന്ന പരിഹാരം ചെയ്യുന്ന ആളുകൾക്ക് തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ ഈ 3 വർഷക്കാലമായിട്ട് അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായൊരു വ്യവസ്ഥിതി നിലനിന്ന് പോകുന്നതായിരുന്നു. ഈശ്വരഭക്തിയുള്ളവരാണ്, ജോലി ആവശ്യമുള്ളവരാണ്, ശരിക്കും ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, ജോലി ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്, സാമ്പത്തികമായിരിക്കുന്ന വരുമാന മാർഗങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന കഷ്ട വ്യവസ്ഥകൾക്ക് അല്പം ഒരു മാറ്റമുണ്ടാകാൻ പോവുകയാണ് ഈ സുവർണ ഗജകേസരി യോഗത്തിലൂടെ. അതായത് ഇടവ മാസം 30 മുതൽ കർക്കിടക മാസം 30 വരെയുള്ള സമയത്തിൽ അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന് കാരണമാകും. സാമ്പത്തിക നില വലിയ പുരോഗതിയിലെത്തിച്ചേരുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസ കാര്യത്തിലുള്ള അലസതയൊക്കെ മാറും, യാത്രയ്ക്കുള്ള അലസത മാറും, വിദേശ വ്യവസ്ഥകളിലേക്കൊക്കെ ജോലിക്ക് പോകാനുള്ള അവസരം തെളിഞ്ഞു വരും, വാഹന ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇടവമാസം 30 മുതൽ കർക്കിടക മാസം 30 വരെ അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം സുവർണ
ഗജകേസരി യോഗത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ശനിദോഷ വ്യവസ്ഥകൾക്കൊക്കെ പരിഹാരം ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇതുണ്ടാവുന്നത്. അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ഭദ്രാദേവി ക്ഷേത്രത്തിലും പ്രത്യേക വഴിപാടുകൾ കഴിക്കുക. അത് ഇന്ന വഴിപാടെന്നില്ല. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ഭദ്രാദേവി ക്ഷേത്രത്തിലും ഈ കാലയളവിൽ പോവുകയാണെങ്കിലല്ല പോകണം. തുച്ഛമായ എന്തെങ്കിലും ഒരു വഴിപാട് ഭഗവാന് മുമ്പിലും ഭഗവതിക്ക് മുമ്പിലും സമർപ്പിച്ച് നടത്തുക. അതിൻ്റെ പ്രയോജനമുണ്ടാകും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ സുവർണ ഗജകേസരി യോഗം വളരെ അനുഗ്രഹദായകം തന്നെയാണ്. ഈ സുവർണ ഗജകേസരി യോഗം അല്ലെങ്കിൽ സമ്പൂർണ്ണ ഗജകേസരി യോഗം വളരെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ജോലി അന്വേഷിച്ച് നിൽക്കുന്ന ആളുകൾ, ദുഃഖ ദുരിതങ്ങൾ കൊണ്ട് വലയുന്ന ആളുകൾ, സമ്പാദ്യം ഇല്ല എന്ന് വിചാരിച്ച് വളരെ മനോദുഃഖത്തിൽ കഴിയുന്ന ആളുകൾ, അതായത് ഈ നക്ഷത്രജാതരായിട്ടുള്ള ആളുകൾ, കാർത്തിക നക്ഷത്രത്തിലുള്ള ആളുകൾ, അവർക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന ഇടവമാസം 30 മുതൽ കർക്കിടക മാസം 30 വരെയുള്ള സമയം അവരുടെ നല്ല സമയങ്ങളിലൊന്നാണ്. ശനിദശാകാലവും വ്യാഴദശാകാലവും അനുകൂലമല്ലെങ്കിൽ പോലെയും ശനിദശയും വ്യാഴദശയും അനുകൂലമല്ലെങ്കിൽ പോലും അവയ്ക്ക് പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമ്പൂർണ്ണ ഗജകേസരി യോഗം അഥവാ സുവർണ ഗജകേസരി യോഗം അവരിൽ വന്നു ചേരും. ദുഃഖ ദുരിതങ്ങളൊക്കെ അകന്ന് സാമ്പത്തികമായ വരുമാന മാർഗങ്ങൾ ഏതു വിധേനയായും വന്നു ചേരും. ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ വിദേശ രാജ്യത്ത് നിന്നും ധനം വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇടപെടുന്ന ചില വ്യവസ്ഥകളിൽ നിന്ന് ധാരാളം സമ്പത്ത് നമ്മളുടെ കയ്യിലേക്ക് വരുന്നത് കാണാൻ കഴിയും. അങ്ങനെ സ്വാഭാവികമായും ഈ 60 ദിവസക്കാലം എന്ന് പറയുന്നത് ദുരിതങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല ഒരു സമയമായിട്ട് കണക്കാക്കാം. വിദ്യാർത്ഥികളൊക്കെ അലസരാണ് എങ്കിൽ ഈ ജാതകസ്ഥരായ വിദ്യാർത്ഥികൾക്ക് അലസത മാറി പഠനപരമായ താല്പര്യത്തിലേക്കും പ്രശസ്തിയിലേക്കും എത്തുന്ന ഒരു സമയമായിട്ട് ഈ 60 ദിവസം നമുക്ക് കണക്കാക്കാൻ കഴിയും. 60 ദിവസം കൊണ്ട് പഠനപരമായ കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ പിന്നെ താഴേക്ക് വരികയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ തലത്തിലും വളരെ ഉയർച്ച കാണുന്ന ഒരു സമയമായിട്ടാണ് ഈ 60 ദിനത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ദോഷങ്ങൾക്കിടയിലുള്ള ഒരു നല്ല സമയമായിട്ട് ഇതിനെ കണക്കാക്കാം. ഈ നന്മയുള്ള കാലഘട്ടത്തിൽ നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നത് സമ്പാദിച്ചേക്കുക. പിന്നെയുള്ള 2-2.5 വർഷക്കാലത്തോളം ദുഃഖങ്ങളാണെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാക്കിയെടുത്തുകൊള്ളുക. മറ്റൊരു കാര്യം, ഇതിനിടയ്ക്ക് വരും ദോഷകാലത്തെക്കുറിച്ചും ഗുണകാലത്തെക്കുറിച്ചും എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാ എപ്പിസോഡുകളും കൃത്യമായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ഭദ്രാദേവി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. അവരുടെ അടിസ്ഥാനപരമായ അനുഗ്രഹങ്ങൾ നൽകുന്ന ദേവതാ സമ്പ്രദായങ്ങളാണ് സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രാദേവിയും. അതുകൊണ്ട് തന്നെയും ആ ദൈവങ്ങൾക്ക് മുമ്പിൽ, ഈശ്വരന്മാർക്ക് മുമ്പിൽ ശരിക്കും നമ്രശീർഷരായി നിന്ന് പ്രാർത്ഥിക്കുക. അവരെ ഉപാസനാമൂർത്തികളായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നന്മയുള്ള വഴി നമുക്ക് പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയും. സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും കഴിയും. അടുത്ത നാള് തിരുവാതിരയാണ്. വ്യാഴമാറ്റത്തിൽ ഏറെ ദുഃഖം അനുഭവിക്കേണ്ടുന്ന നാളാണ് തിരുവാതിര. തിരുവാതിര നാളിനൊക്കെയുള്ള വ്യാഴമാറ്റത്തെക്കുറിച്ചും വ്യാഴത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചും നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. വ്യാഴ വ്യവസ്ഥകളിൽ ദുഃഖം നിലനിൽക്കുന്ന ആളുകളാണെങ്കിൽ, വ്യാഴമാറ്റത്തിൽ ദുരിതമുണ്ടാകുമെന്ന് ഉറപ്പുണ്ടാകും എങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം മാസത്തിലാക്കുക. മാസത്തിലൊരു ദിവസം വിഷ്ണു ഭഗവാനെ പോയി കണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ത്രിമധുരം, പാൽപ്പായസം, തുളസിമാല തുടങ്ങിയവ വഴിപാടായി സമർപ്പിക്കുക. വ്യാഴമന്ത്രം ചൊല്ലുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ദോഷങ്ങൾ മാറി നിൽക്കും. ഈ പറയുന്ന ദോഷങ്ങൾ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗുണത്തെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതാണ്, ഒരു ദോഷമുണ്ടെങ്കിൽ ആ പ്രധാനമായ ദോഷം ഏത് എന്ന് കണ്ടുപിടിക്കുക. പ്രധാനമായ ദോഷം പ്രധാനമായിട്ടും ജാതകസ്ഥരിൽ ശനിദോഷവും ഈ വ്യാഴദോഷവും ഒക്കെയാണ് പ്രധാനമായി വരുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ട് അവയ്ക്ക് പരിഹാരമാർഗം ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പറയുന്ന തിരുവാതിരയെ സംബന്ധിച്ചിടത്തോളം വ്യാഴ ദശാകാലം ദോഷസന്ദർഭമായി നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയും വ്യാഴദേവനെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വ്യാഴ ദുരിതങ്ങളൊക്കെ മാറി വരുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനയുടെ ഫലമായിട്ട്
ഈ സമ്പൂർണ്ണ ഗജകേസരി യോഗം അഥവാ സുവർണ ഗജകേസരി യോഗത്തിന് നിങ്ങൾ പാത്രീഭൂതരാവുകയും ചെയ്യും. വിദ്യാഭ്യാസ കാര്യത്തിൽ അനുകൂലമായ നടപടി ഉണ്ടാകും. വിവാഹം നടക്കാതെ ഇരിക്കുന്നവർക്ക് വിവാഹം നടക്കും. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് തുടക്കം കുറിക്കാനുള്ള സമയമായിട്ട് ഈ സമയത്തെ കണക്കാക്കിയിരിക്കുന്നു. വാഹനം പുതിയത് വാങ്ങാനുള്ള അവസ്ഥയുണ്ടാവും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ കഴിയും. അല്ലെങ്കിൽ ഈ 60 ദിവസത്തിനകം അതിനൊരു തീരുമാനമാകും. അങ്ങനെ ഈ 60 ദിവസം കൊണ്ട് വളരെ സുഖദായകമായ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തെ തിരിച്ചറിയാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിയും. പിന്നെ അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളും തീർച്ചയായിട്ടും വഴിപാടുകളുമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും നിങ്ങളുടെ ദോഷഭാവത്തെ മാറ്റി പുതിയ പുതിയ യോഗങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന വ്യവസ്ഥയോടെ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് വിജയമായിരിക്കും ഫലം. അപ്പോൾ എത്ര നല്ല യോഗങ്ങളാണെങ്കിലും ആ യോഗം നമുക്ക് വരാൻ വിധിയുണ്ടെങ്കിൽ അത് വരും. പക്ഷേ ആ വിധി ഗുണപരമായ വിധിയാകണമെങ്കിൽ പ്രധാന ദോഷകാരകന്മാരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ശനി ദോഷകാരകൻ്റെയും വ്യാഴത്തിൻ്റെയും വ്യവസ്ഥയിൽ ദോഷമാണെങ്കിൽ അതിനെ പരിഹാര മാർഗങ്ങൾ ചെയ്ത് അകറ്റി നിർത്തിയാൽ എല്ലാ നല്ലതുകളും വന്നു ചേരും. അല്ലാതെ ഇന്നലെ ഞങ്ങളുടെ കഷ്ടകാലം പറഞ്ഞു ഇന്ന് നല്ല കാലം പറയുന്നു എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഇന്നലെ കഷ്ടകാലമെങ്കിൽ ആ കഷ്ടകാലം മാറാനുള്ള പരിഹാര മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം. ആ പരിഹാര മാർഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കഷ്ടകാലം അങ്ങോട്ട് മാറും. ഈ വരുന്ന ഭാഗ്യത്തെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. തിരുവാതിര നക്ഷത്രക്കാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. തൃക്കൈവെണ്ണയും ത്രിമധുരവും ശ്രീരാമസ്വാമിക്ക് വഴിപാടുകൾ, ശ്രീകൃഷ്ണസ്വാമിക്കും ശ്രീരാമസ്വാമിക്കും വഴിപാടുകൾ നടത്തുക. തൃക്കൈവെണ്ണയും അതുപോലെ പാൽപ്പായസ വഴിപാടും വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തേണ്ട വഴിപാടുകളെല്ലാം ഇവിടെയും നടത്താം എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വഴിപാടുകൾ നടത്തി ദേവന്മാരെ പ്രീതിപ്പെടുത്തുക. വ്യാഴദോഷത്തിൽ നിന്ന് മാറാൻ വ്യാഴ പ്രീതി വരുത്താനുള്ള മാർഗ്ഗങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, അവിടെ പരിഹാര മാർഗങ്ങളും അതുപോലെ തന്നെ വഴിപാടുകളും സമർപ്പിക്കുക. അടുത്തത് മകം നാളാണ്. സാമ്പത്തിക പരാധീനതകൾ, രോഗദുരിതങ്ങൾ, അലസത, അതുപോലെ രോഗബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയിലൂടെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാളാണ് മകം നാൾ. തീർച്ചയായും ആ മകം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പൂർണ്ണ ഗജകേസരി യോഗം അഥവാ സുവർണ ഗജകേസരി യോഗം പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അതായത് ശനിയെയും വ്യാഴനെയും പ്രീതിപ്പെടുത്തുവാൻ വേണ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അതായത് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോവുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ശനി ദശാ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാര മാർഗങ്ങൾ ചെയ്യാനുള്ള വഴിപാടുകൾ, അത് കൃത്യമായി നമ്മുടെ പഴയ എപ്പിസോഡുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇല്ല എങ്കിൽ എന്താണ് ശനി ദശയ്ക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വ്യാഴദശയ്ക്ക് ദോഷകരമായ അവസ്ഥയിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ രാഹു ദശയ്ക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് തീർച്ചയായും നമ്മുടെ ഓഫീസ് മെസ്സേജ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കൊടുത്താൽ അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ ദോഷവശങ്ങളെ മാറ്റി, ശനിദോഷ വ്യാഴദോഷ വശങ്ങളെ മാറ്റിയാൽ തീർച്ചയായിട്ടും മകം നാളുകാർക്കും ഈ പറഞ്ഞതുപോലെ സമ്പൂർണ്ണ ഗജകേസരി യോഗം അഥവാ സുവർണ ഗജകേസരി യോഗത്തെ ഏറ്റെടുക്കുവാൻ കഴിയും. ആ ഗജകേസരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുബേര രാജാവ് കനിയും, മഹാലക്ഷ്മി ദേവി കനിയും, കുചേലൻ്റെ അവസ്ഥയിൽ നിന്ന് കുബേരൻ്റെ അവസ്ഥയിലേക്ക് പറന്നുയരാൻ കഴിയും. തീർച്ചയായും ഒരു നല്ല മാറ്റം അനുവർത്തിക്കുന്ന നാളാണ് മകം നാൾ. അതുപോലെ തന്നെ മകം നാളുകാരെ സംബന്ധിച്ച് മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. രോഗ ദുരിതങ്ങൾക്കിടയിൽ വന്നു ചേരുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഉപേക്ഷിക്കാതെ ഇരിക്കുക. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരുന്ന കാലയളവാണ്. ആ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മളെ നേർവഴിക്ക് നയിക്കാനും നമ്മളെ സഹായിക്കാനും മനസ്സു കാണിക്കുന്ന സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. തീർച്ചയായും ആ സുഹൃത്തുക്കളെ ഏറ്റെടുക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലൊക്കെ പോകാനുള്ള സമയം കണ്ടെത്തി പോവുക. പരമശിവ ക്ഷേത്ര തിരുസന്നിധിയിൽ വഴിപാടുകൾ നടത്തുക. അതായത് മൃത്യുഞ്ജയ ഹവനം, അതുപോലെ ധാര, അതുപോലെ പിൻവിളക്ക് തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ തിരുസന്നിധിയിൽ നടത്തിയാൽ ഈ പറയുന്ന മഹാഭാഗ്യം നമ്മളിലേക്ക് നിറഞ്ഞു വരിക തന്നെ ചെയ്യും. അടുത്തത് ഉത്രം നാളാണ്. ഉത്രം നാൾ ഒരു രാജാവിനെ പോലെ വസിക്കേണ്ടുന്നയാളാണ്. നക്ഷത്രാചാരവശാൽ രാജാവിനെ പോലെ വസിക്കേണ്ടുന്നയാളാണ്. കുത്ത് വാക്കുകൾ പേടിയായിട്ടുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ കുത്തുവാക്കുകൾ പലതും കേൾക്കുന്നുണ്ട്. ചെയ്യാത്തത് ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട്. പുതിയ ആടയാഭരണങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം വരുന്നുണ്ട്. അതുപോലെ സമ്പത്തിൻ്റേതായിരിക്കുന്ന വളർച്ചയ്ക്കുള്ള കാലം വരുന്നുണ്ട്. തീർച്ചയായിട്ടും സമ്പദ് വ്യവസ്ഥയുടെ മാറ്റം തന്നെ വളരെ അനിവാര്യമാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ പറയുന്നു, ശനിദശാകാലവും അതുപോലെ തന്നെ വ്യാഴദശാകാലവും
ബുദ്ധിമുട്ടാർന്ന തരത്തിലാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ സുവർണ ഗജകേസരി യോഗത്തിൻ്റെ എല്ലാ ഫലങ്ങളും ലഭിക്കും. അതായത് പുതുതായിട്ട് പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുക, ആഭരണങ്ങൾ ലഭിക്കുക, സമ്പത്ത് വന്നു ചേരുക, അതൊക്കെ ഏത് വിധേനയാണെന്ന് പറയാൻ കഴിയുന്നില്ല. എല്ലാ ദിക്കുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ ഗുണങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. രോഗ ദുരിതങ്ങൾക്കുള്ള ശമനമുണ്ടാവുക, അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിന് തുടക്കം കുറിക്കുന്നതിനായിട്ടുള്ള എല്ലാ അടിസ്ഥാന വ്യവസ്ഥകളും ഇടവമാസം 30 മുതൽ കർക്കിടക മാസം 30 വരെയുള്ള നല്ല സമയമാണ് ഈ പറയുന്ന കേസരി യോഗം നിലനിൽക്കുന്നത്. ഈ യോഗ സമയത്ത് നിങ്ങൾക്ക് എല്ലാ നന്മകളും വന്നു ചേരും. അതായത് ദോഷവശങ്ങൾ നിലനിൽക്കുന്ന ആളാണെങ്കിൽ ആ ദോഷത്തെ മാറ്റുന്നതിനായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ യോഗങ്ങളുടെ സുഖം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പുതിയ വാഹനങ്ങൾ വന്നെത്താനുള്ള അവസ്ഥ കാണുന്നുണ്ട്. വിവാഹിതനാണ് എങ്കിൽ തീർച്ചയായും കളത്ര ഭാഗത്ത് നിന്ന്, ഭാര്യയുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും സമ്പൂർണ്ണമായിട്ടും നമ്മളെ ഉയർത്തുന്ന തരത്തിൽ കീർത്തി കേൾക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ അവരുടേതായിരിക്കുന്ന സന്തോഷ സാഹചര്യങ്ങൾ ഏറ്റെടുത്ത് നമുക്കും സന്തോഷിക്കാൻ അവസരങ്ങളുണ്ടാവും. അപ്പം നല്ല ഒരു കാലമാണ് വാസ്തവത്തിൽ ഉത്രം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പൂർണ്ണ ഗജകേസരി യോഗം അഥവാ സുവർണ ഗജകേസരി യോഗത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും മഹാശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. വഴിപാടുകൾ, അതായത് ഇന്ന വഴിപാടെന്നില്ല, അവിടെയുള്ള നല്ല വഴിപാടുകളിൽ ഏതെങ്കിലും തുച്ഛമായ തുകയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് ചെയ്തു പ്രാർത്ഥിക്കുക. വഴിപാട് എന്ത് നടത്തിയാലും എൻ്റെ പ്രസാദം വാങ്ങി കൊണ്ടുവേണം പോകാൻ. തീർച്ചയായും ആ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഈ രാജയോഗം നന്നായി അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഉത്രം നാളുകാർ. തീർച്ചയായും നന്മയുണ്ടാകും. അടുത്തത് ചോദ്യമാണ്. ബിസിനസ്സിൽ വളർച്ച കാണുന്നുണ്ട്. ചെറിയ ബിസിനസ്സാണ്. ചെറിയ ബിസിനസ്സാണെങ്കിൽ പോലും വളർച്ചയുണ്ടാകും, ലാഭകരമായ മാറ്റമുണ്ടാകും, വലിയ ലാഭമുണ്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ കൂട്ടു ബിസിനസ്സുകൾ നടത്തും എന്ന് തീരുമാനമുണ്ടെങ്കിൽ നടത്തിക്കൊള്ളുക. വലിയ ലാഭത്തിൽ അത് അവസാനിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എല്ലാ തരത്തിലും സമ്പത്ത് കൈകളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനിദശ കാലഘട്ടവും വ്യാഴദശ ബുദ്ധിമുട്ടും നിലനിൽക്കുന്നതാണെങ്കിൽ പോലും അതിൻ്റെ ദോഷമാർഗ്ഗങ്ങൾ മാറ്റുന്നതിനായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗജകേസരി യോഗവും നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. ചോദ്യ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ വീട് വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നു. പുതിയ വാഹനം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സഹോദര സ്ഥാനീയരിൽ നിന്ന് ഒരുപാട് ഗണങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് ഗുണം ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. തീർച്ചയായും ചോതി നാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിരിക്കുന്ന ഒരു 60 ദിവസമാണ് ഇടവമാസം 30 മുതൽ കർക്കിടക മാസം 30 വരെയുള്ള സമയം. തീർച്ചയായിട്ടും ഈ സമ്പൂർണ്ണ ഗജകേസരി യോഗം അഥവാ സുവർണ ഗജകേസരി യോഗം നല്ല തരത്തിൽ ബാധിക്കുന്ന നാളാണ് ചോതി നാളെന്ന് പറയുന്നത്. ചോതി നാളിന് ഒരു പക്ഷേ ദോഷകരമായ സമയമാണ് ഇപ്പോൾ. എങ്കിലും ആ ദോഷം മാറ്റുന്നതിനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മഹാരാജയോഗം നിങ്ങളിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഈ 60 ദിവസം കൊണ്ട് ഒരു യുഗത്തിൽ താമസിക്കുവാനുള്ളതെല്ലാം സ്വന്തമാക്കിയെടുക്കുവാൻ കഴിയും. അത്ര ബൃഹത്തായിരിക്കുന്ന ഒരു നല്ല സമയമാണ് ചോതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം. ഭഗവതി ക്ഷേത്രത്തിലൊക്കെ പോകേണ്ടത് അനിവാര്യമാണ്. ഉന്നത തല സ്ഥാനീയരുമായിട്ട് ബന്ധം പുലർത്താനുള്ള യോഗം വരെ കാണുന്നുണ്ട്. യക്ഷിയമ്മ ക്ഷേത്രത്തിലും അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലും മഹാലക്ഷ്മി ക്ഷേത്രത്തിലും നിത്യദർശനം നടത്തുക. തീർച്ചയായിട്ടും ആ ദർശനത്തിലൂടെ ചോതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞ് സകല സമ്പൂർണ്ണ വ്യവസ്ഥകളും അല്ലെങ്കിൽ സകല സമൃദ്ധിയും വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. അടുത്തത് അനിഴം നക്ഷത്രമാണ്. പൂർവിക സ്വത്തൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിലുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സമ്പൽ സമൃദ്ധികരമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറാനുള്ള യോഗം കാണുന്നുണ്ട്. തീർച്ചയായും ഈ സമ്പൂർണ്ണ ഗജകേസരി യോഗം അഥവാ സുവർണ ഗജകേസരി യോഗം നന്നായിട്ട് ബാധിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ലോട്ടറി ഭാഗ്യങ്ങൾ ഒക്കെ ലഭിക്കാനുള്ള വിധിയുണ്ട്. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ തുകകൾ ലഭിക്കാനുള്ള ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്നും കിട്ടാനുള്ള സമ്പത്ത് ലഭിക്കുന്നതിനുള്ള വഴി കാണുന്നുണ്ട്. ദൂരദേശത്തു നിന്നും സമ്പത്ത് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്.
അതുപോലെ തന്നെ വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന അടിസ്ഥാനപരമായ പ്രക്രിയകൾ ആരംഭിക്കുക തന്നെ ചെയ്യും. അത് വിജയത്തിലെത്തുകയും ചെയ്യും. പുറം ലോകങ്ങളിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനിഴം നക്ഷത്രക്കാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും അതിനുള്ള ഭാഗ്യമുണ്ടാകുന്നു. വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള സമ്പത്ത് ഏതുവഴിയായാലും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ശിവക്ഷേത്രത്തിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലും നിത്യേന ദർശനം നടത്താൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളിലെ ദോഷകാലങ്ങളൊക്കെ അകന്ന് നിങ്ങൾക്ക് ഭാഗ്യദായകമായിരിക്കുന്ന വലിയ ഒരു മുഹൂർത്തമുണ്ടാകും. വളരെ ഗംഭീരമായിരിക്കുന്നൊരു ജീവിത നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാനും കഴിയും. ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ കഴിയും. അതുപോലെ തന്നെ വിവാഹം നടക്കാതിരുന്ന അനിഴം നക്ഷത്രക്കാർക്ക് അതിനൊരു തീരുമാനമാകും. അതുപോലെ തന്നെ ഗൃഹ ഉപകരണങ്ങൾ, നല്ല പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വാഹനങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വീട് പുതുക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുക തന്നെ ചെയ്യും. അതുപോലെ വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. തുടങ്ങി എല്ലാം നല്ല തരത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു 60 ദിവസക്കാലമാണ് ഇടവമാസം 30 മുതൽ കർക്കിടക മാസം 30 വരെയുള്ളത്. തീർച്ചയായും ഈ 60 ദിവസം കൊണ്ട് ഒരു യുഗത്തിലേക്ക് വേണ്ടുന്നത് നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്തത് മൂലം പൂരാടം നാളുകാരാണ്. മൂലം പൂരാടം നാളുകാർ തീർച്ചയായിട്ടും സമൃദ്ധിദായകമായൊരു ജീവിതത്തിൻ്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, അതുപോലെ പുതിയ ജോലി, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ, അതുപോലെ തന്നെ വാഹന യാത്രകൾ, അതുപോലെ തന്നെ വിദേശ യാത്രകൾ, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്താനുള്ള ഭാഗ്യങ്ങൾ, അതുപോലെ സാമ്പത്തികമായ വരവിനുള്ള മാർഗങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ പറയുന്ന മൂലം പൂരാടം നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു വരുന്ന അവസ്ഥയാണ്. അതായത് ഇടവമാസം 30 മുതൽ കർക്കിടക മാസം 30 വരെയുള്ള 60 ദിവസങ്ങളിൽ മൂലം പൂരാടം നക്ഷത്രക്കാർക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. എല്ലാ മേഖലകളിലും, സാമ്പത്തിക മേഖലയെങ്കിൽ സാമ്പത്തിക മേഖലയിലൂടെ, ബിസിനസ് മേഖലയെങ്കിൽ ബിസിനസ് മേഖല, അതുപോലെ തന്നെ ഏത് ജോലിയിലും ഒരു മുൻഗണന ലഭിക്കും. ഉന്നത സ്ഥാനീയരിൽ നിന്ന് വളരെയധികം പ്രശംസ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. കലാ, കായിക, സാംസ്കാരിക, സാമൂഹിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലുമൊക്കെ നേതൃത്വപരമായിട്ടുള്ള മുന്നേറ്റത്തിനുള്ള വഴി തുറന്നു കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും മൂലം പൂരാടം നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാകുന്ന സുഖദായകമായിരിക്കുന്ന ഒരു 60 ദിവസമാണ്. മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ആ 60 ദിവസത്തിലൂടെ കടന്നു പോകട്ടെ. എല്ലാ സമ്പത്തുകളും എല്ലാ ജീവൽ സന്തോഷ വ്യവസ്ഥകളും വന്നു ചേരുന്നു. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കും. പ്രണയ വ്യവസ്ഥകളൊക്കെ സാധൂകരിക്കുന്ന സമയമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഗവൺമെൻറ്റിൽ നിന്നും എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി തന്നെ ലഭിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു 60 ദിവസങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. എല്ലാ സൗകര്യങ്ങളും ഈ 60 ദിവസം കൊണ്ട് ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതിനു വേണ്ടുന്ന പ്രാർത്ഥനകളും വഴിപാടുകളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക മാത്രമേ വേണ്ടൂ. ഈശ്വരാധീനം ഉണ്ടെങ്കിലേ ഇതെല്ലാം നടക്കുകയുള്ളൂ. ഈ പറയുന്ന മൂലം പൂരാടം നക്ഷത്രക്കാർക്ക് ശനിദോഷ വ്യവസ്ഥകൾ ഉണ്ട്. വ്യാഴ ദശാകാലം അനുയോഗ്യമല്ലാതിരിക്കുന്ന ആളുകളുണ്ട്. അനുയോജ്യമല്ലെങ്കിൽ കൂടിയും ഈ പറയുന്നത് പോലെ പ്രാപഞ്ചികമായ വ്യവസ്ഥയിൽ ഈ സമ്പൂർണ്ണ ഗജകേസരി യോഗം വന്നു ചേരേണ്ടതാണ്. അത് ചേരുക തന്നെ ചെയ്യും. കൃത്യമായും ആ പാപ പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നവർക്ക് നന്നായി തന്നെ വന്നെത്തുക തന്നെ ചെയ്യും. മൂലം പൂരാടം നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അനിവാര്യമാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് ത്രിമധുരവും തൃക്കൈവെണ്ണയും അതുപോലെ തുളസിമാല സമർപ്പണവും അതുപോലെ തന്നെ മഹാവിഷ്ണു സഹസ്രനാമം ജപിക്കുക, മഹാവിഷ്ണു മന്ത്രം ജപിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിലൂടെ വളരെ വലിയ ഉയർച്ചയുണ്ടാവും. അടുത്തത് ഉത്രാടമാണ്. ഉത്രാടത്തെ സംബന്ധിച്ചിടത്തോളം പൂർവിക സ്വത്ത് ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വളർച്ചയുണ്ടാകേണ്ടുന്നൊരു കാലമാണ്. രോഗദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകേണ്ടുന്ന ഒരു സമയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അതുപോലെ വിദ്യാർത്ഥികളും മറ്റുമാണെങ്കിൽ വളരെ കീർത്തിതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. കലാപരമായും കായികപരമായും സാംസ്കാരികപരമായും വളരെ ഉന്നതമായ അവാർഡുകളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് കീർത്തിതമായിരിക്കുന്ന പ്രശംസ ലഭിക്കാം. അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ഒരു പ്രത്യേക സമ്മാനം എന്ന വണ്ണം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കഴിയും.
പ്രമോഷൻസുകൾ, അതുപോലെ ശമ്പള വർധനവെല്ലാം അവരുടെ കൂടെ നിൽക്കുന്ന വ്യവസ്ഥകളാണ്. കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും പ്രത്യേക വരുമാന മാർഗങ്ങളിലേക്ക് അവരെത്തിച്ചേരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഭദ്രാദേവി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക, ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക, കഴിയും വണ്ണമുള്ള വഴിപാടുകൾ നടത്തി ദേവതാ ചൈതന്യങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. അടുത്തത് ചതയം നാളാണ്. ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതകളാൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ശനി ദശാകാലത്തിൻ്റെ അവസാന വ്യവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ദോഷങ്ങളുണ്ടെങ്കിലും തീർച്ചയായും ശനി പരിഹാര മാർഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. വ്യാഴദശ അല്പം കുഴപ്പം പിടിച്ച ഒരവസ്ഥയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഈ വ്യാഴ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമ്പൂർണ്ണ ഗജകേസരി യോഗം അഥവാ സുവർണ ഗജകേസരി യോഗം ചതയക്കാരിലും എത്തിച്ചേരുക തന്നെ ചെയ്യും. ഉണ്ടായിരിക്കുന്ന കടബാധ്യതകളൊക്കെ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാതൃ സ്വത്തുകൾ കൈവശം വരാനുള്ള സമയം കാണുന്നു. സഹോദരസ്ഥാനീയരിൽ നിന്ന് അല്പം പിണക്കമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എന്നിരുന്നാലും ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് പഴി കേൾക്കേണ്ടി വരുന്ന കാലമാണ്. പക്ഷേ എന്നിരുന്നാലും ഈ പഴി പറഞ്ഞവരെല്ലാം തന്നെ അവസാനം നമ്മളിലേക്ക് വന്നു ചേരുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും, തീർച്ചയായും കാണാൻ കഴിയും. ദൈവികത്വം നിങ്ങളോടൊപ്പം നിലനിൽക്കുന്നത് കൊണ്ട് തീർച്ചയായും ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ ഈ 60 ദിവസക്കാലത്തോളം ഇടവമാസം 30 മുതൽ കർക്കിടക മാസം 30 വരെയുള്ള സമ്പൂർണ്ണ ഗജകേസരി യോഗം അഥവാ സുവർണ ഗജകേസരി കാലഘട്ടത്തിൽ വന്നു ചേരാൻ കഴിയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും. തീർച്ചയായും ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ്. ക്ഷേത്ര ദർശനം നടത്തുന്നത് വഴി ശനി ദോഷത്തെയും അതുപോലെ തന്നെ വ്യാഴദോഷത്തെയും രാഹുർ കേതുർദോഷങ്ങളെയും അകറ്റി നിർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കുള്ള ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെ വരും. അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡ്സുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനിദോഷമുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോവുക. അതുപോലെ തന്നെ വ്യാഴദോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ പോവുക. അല്ലെങ്കിൽ നാഗർദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാഗക്ഷേത്രത്തിലൊക്കെ പോയി വഴിപാടുകളും മറ്റും നൽകി പ്രാർത്ഥിച്ചാൽ ഈ പറയുന്ന 60 ദിവസം എന്ന് പറയുന്നത് സർവ്വസമ്പൽ സമൃദ്ധിയോടുകൂടി മുൻപോട്ട് നീങ്ങാനാകും. സമ്പൂർണ്ണ ഗജകേസരി യോഗം അഥവാ സുവർണ ഗജകേസരി യോഗം എന്ന് പറയുന്ന ഈ വലിയ യോഗം ഈ 11 നക്ഷത്രക്കാരെ പൂർണ്ണമായും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹ പൂർണ്ണതയോടുകൂടി സർവ്വ സമൃദ്ധിദായകമായ ജീവിത പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് നീങ്ങാനുള്ള അവസരം ദൈവം തമ്പുരാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ. എല്ലാ നക്ഷത്രക്കാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.